പൊന്നിതളെ ഇനി പൂമടിയിൽ പുലരി താരകമായി പൂത്തുണരാലോ. എൻ്റെ പേര് ജിജോ, ഇതെൻ്റെ വൈഫ് ശ്രുതി, ഇതെൻ്റെ മൂത്ത മോൻ ജുവാൻ, ഇളയകുട്ടി ഐവാൻ. ഞങ്ങളിവിടെ കഴിഞ്ഞ 5-ാം തീയതിയാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. വൈഫിൻ്റെ 3ാമത്തെ ഡെലിവറി ആയി വന്നത്. ഫസ്റ്റത്തെ കുട്ടിയുടെ നോർമൽ ഡെലിവറി ആയിരുന്നു, 2ാമത്തത് സിസേറിയൻ ആയിരുന്നു, പിന്നെ 3ാമത് ഒരു അബോർഷനും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്രഗ്നൻസിയാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഡോക്ടർ സ്മിത മാഡത്തിൻ്റെ അടുത്ത് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി വന്നത്. പിന്നെ ഏത് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ലേക്ക് ഷോറിൽ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലായിരുന്നു. എനിക്കാണെങ്കിൽ താല്പര്യവും നോർമൽ തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് സി സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പേടിയായി. കാരണം എനിക്ക് സി സെക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തേർഡിൽ എനിക്ക് നോർമൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഡോക്ടറിനോട് അത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് നോക്കാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് 2 ഡെലിവറിയും ഇവിടെ ലേക്ക് ഷോറിലല്ലായിരുന്നു ഞാൻ. പിന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് അവിടുത്തെ റീസൺ എനിക്ക് ഡോക്ടർ പറയണത് അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല. കുറേ ഡൗട്ട്സ് പിന്നെ അങ്ങനെ കിടന്നു. അപ്പോൾ തേർഡ് വൺ എനിക്കാണെങ്കിൽ ഒരു അബോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ ടെൻഷനായപ്പോൾ വേറൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ നല്ലതെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയൊക്കെ എനിക്ക് ഒരുപാട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോഴാണെങ്കിലും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ സ്മിത മാമിനെ കുറിച്ചാണെങ്കിലും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. മാമിനെ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഹാപ്പിയായി. കാരണം മാമിനോട് എന്ത് ചോദിച്ചാലും നല്ല കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാം അത് പറഞ്ഞു തരും. പിന്നെ ഒരു അബോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 months കഴിഞ്ഞപ്പോൾ തന്നെയാണ് നെക്സ്റ്റ് പ്രഗ്നൻസി ആയത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ മാം പറഞ്ഞു പേടിക്കണ്ട, അത് ഓക്കെ ആക്കാം, ശ്രദ്ധിച്ചാൽ മതി. ഒരു ബെഡ് റെസ്റ്റൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വന്ന് കാണുമ്പോൾ എപ്പോഴും എൻ്റെ ടെൻഷൻ എന്ത് പറഞ്ഞാലും മാം നമ്മളെ കൂളാക്കി വിടും. എൻ്റെ ഡെലിവറി ടൈമിലാണെങ്കിലും ലേബർ റൂമിലെ സ്റ്റാഫൊക്കെ ഒരുപാട് ഹെൽപ്പിംഗ് ആയിരുന്നു. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പിയാണ്. നമ്മൾ അങ്ങനെ ഒരു ടെൻഷനൊന്നും വരില്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു നോർമൽ ആകുമോ എന്നോർത്ത്. അപ്പോൾ എല്ലാവരും നല്ല പ്രതീക്ഷ നമുക്ക് തന്നു. ഇവിടുത്തെ സ്റ്റാഫ് പേരെടുത്ത് പറയുകയാണെങ്കിൽ സുധ സിസ്റ്റർ, അതേപോലെ രാവിലെ തന്നെ ചിന്നു, അങ്ങനെ എനിക്ക് ഒരുപാട് എല്ലാവരുടെയും പേരറിയില്ല. ആരാണെങ്കിലും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. എത്ര പെയിനാണെന്ന് പറഞ്ഞാലും അവരുടെ ആ ചിരി കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സിസേറിയൻ വരുമോ എന്ന്. കാരണം ഞാൻ നോർമലിൻ്റെ പെയിൻ സഹിക്കുകയും വേണം, വീണ്ടും ഒരു സിസേറിയൻ, 2 കുഞ്ഞുങ്ങൾ, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ നല്ല പെയിൻ വരുമ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് പറ്റണില്ല, പിന്നെ നോക്കാം ശ്രുതി, നമുക്ക് നോക്കാം എന്ന ആ ഒരു പറച്ചിലിൽ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. പെയിൻ വരാൻ തുടങ്ങി. പെയിൻ വന്ന സമയത്ത് എനിക്ക് ഡൗട്ടായപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റണില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, നമുക്കൊരു 2 മണിക്കൂറും കൂടി നോക്കാം. അത് പക്ഷേ ഡോക്ടറുടെ അടുത്ത് ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. കാരണം പെട്ടെന്ന് ഡെലിവറി പെയിൻ വരികയും അതുപോലെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്ത് തന്നെ. അപ്പോൾ എനിക്ക് ഓക്കെ കോൺഫിഡൻസ് ആയി നോർമൽ ആകുമെന്ന്. പിന്നെ സിസ്റ്റർമാരാണെങ്കിലും നന്നായിട്ട് എൻകറേജ് ചെയ്തു. നമ്മളുടെ ആ ഫൈനൽ സ്റ്റേജിലൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. ബേബി ആണെങ്കിൽ നല്ലൊരു ഹാപ്പി ഡെലിവറി തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. സ്മിത മാമിനെ ആണെങ്കിലും ഒരുപാട് താങ്ക്സ് ഉണ്ട് സ്മിത മാമിന്. കാരണം അത്രയും കോൺഫിഡൻസ് തന്നു. സുധ സിസ്റ്ററെ അതേപോലെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നോർമൽ ആവണതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് സുധ സിസ്റ്റർ വന്നിട്ട് നമ്മൾക്ക് ആ ഒരു മകളെ പോലെയൊക്കെ സ്നേഹിച്ച് അങ്ങനെ ഒരു രീതിയിൽ നമുക്കൊരു സപ്പോർട്ട് തരും. സിസ്റ്റർമാരെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ബേബീനെ കണ്ടപ്പോഴാണെങ്കിലും നല്ല ഹാപ്പിയായി. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ പെയിനോ ഒന്നുമില്ല. നല്ല റിലാക്സ്ഡ് ആണ് ഞാൻ, നല്ല ഹാപ്പിയാണ് ഞാൻ. എൻ്റെ 2 ഡെലിവറിനേക്കാളും കൂടുതലും എനിക്ക് ഇത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരു ഡെലിവറി ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് ഇവിടെ ലേക്ക് ഷോറിൽ ഞാൻ ഡെലിവറി നടന്നത് എൻ്റെ.